എല്ലാവർക്കും അടുക്കളക്കൂട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ റെസിപ്പി ഒരു സിമ്പിൾ സ്നാക്സ് ആണ്. നിങ്ങൾ ഇതുവരെ കഴിക്കാത്ത ഒരു സിമ്പിൾ സ്നാക്സ്. ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ നമുക്ക് അവരെ ഞെട്ടിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ സ്നാക്സ്, ഒരു കറുമുറ സ്നാക്സ്. അപ്പോൾ ഇത് എന്താ സാധനം നോക്കാം. ഇത് നമ്മുടെ ഇടിയപ്പമാണ്, രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിക്കുന്ന ഇടിയപ്പം. ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ഇടിയപ്പം ബാക്കിയൊക്കെ വരികയാണെങ്കിൽ അതിൻ്റെ തേങ്ങ നമ്മൾ ഫസ്റ്റ് ഒരു തേങ്ങ ഇടുമല്ലോ കുറച്ച്, ആ തേങ്ങ എടുത്ത് മാറ്റിയിട്ട് ഈ ഇടിയപ്പം നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കണം. വെയിലൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ 3-4 ദിവസം കൊണ്ട് നന്നായിട്ട് ഉണങ്ങി കിട്ടും, അല്ലെങ്കിൽ കുറച്ചും കൂടി ദിവസം എടുക്കും. ഞാനിപ്പോൾ ഇത് വെയിലത്ത് വെച്ച് ഉണക്കിയ ഇടിയപ്പമാണ്. അപ്പം ഉണങ്ങിക്കഴിഞ്ഞാൽ ഇത് നല്ല ഹാർഡാവും. ഞാനിപ്പോൾ ഇത് ഏകദേശം 3-4 ദിവസത്തോളം എടുത്തിട്ടുണ്ട് ഒരു ഇതുപോലെ ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, ഇത് നല്ല ഹാർഡാണ്. നമ്മൾ ഇടിയപ്പം എന്ന് പറയുന്നത് സോഫ്റ്റാണ്. ഇത് ഉണക്കിക്കഴിഞ്ഞാൽ ഇത് ഇതുപോലെ നല്ല ഹാർഡായിട്ടുള്ളൊരു സാധനമായിട്ട് മാറും. ഇത് നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. കുറച്ച് കുഴിയുള്ള പാത്രം എടുക്കുന്നതാണെങ്കിൽ അത്രയും നല്ലത്, എണ്ണ കുറച്ച് മതിയാവും. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഇരുമ്പിൻ്റെ ചട്ടി എടുത്തിട്ടുള്ളത്. എണ്ണ നന്നായി ചൂടാവണം. നന്നായി ചൂടായി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഇത് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഉണക്കി വെച്ച ഇടിയപ്പം ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ് വരും. അപ്പോൾ നല്ല ക്രിസ്പിയാണ് ഈ സാധനം എന്ന് വെച്ചാൽ, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ഉണക്കി വെച്ച ഇടിയപ്പം ഉണ്ടല്ലോ, അത് ആവശ്യമുള്ള ടൈമിൽ മാത്രം എടുത്ത് ഫ്രൈ ചെയ്യുക. അല്ലാത്ത ടൈം 2-3 നമുക്ക് ആവശ്യമുള്ള ടൈമിലെടുത്ത് ഫ്രൈ ചെയ്തതിന് ശേഷം ബാക്കിയുള്ളത് ഒരു നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ചു വെച്ചാൽ എപ്പോഴാണോ നമുക്ക് ആവശ്യമെന്ന് വെച്ചാൽ ആ ടൈമിൽ മാത്രം എടുത്ത് ഫ്രൈ ചെയ്താൽ മതി. ഇപ്പോൾ ഒരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ ആ ടൈമിൽ മാത്രം എടുത്തിട്ട് പെട്ടെന്ന് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്ത് ഒരു സ്നാക്സായി കൊടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഡിഷാണ്. ഉണക്കിയെടുക്കേണ്ട ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. എണ്ണ നന്നായി ചൂടായതിന് ശേഷം മാത്രം അതിലേക്ക് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അത് നന്നായിട്ട് മൊരിഞ്ഞ് വരില്ല. ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് 2-3 മിനിറ്റ് കൊണ്ട് നമുക്കൊരു സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതുപോലെ ഇടിയപ്പം നന്നായിട്ട് ഉണക്കി, ബാക്കി വരുന്ന ഇടിയപ്പം നന്നായിട്ട് ഉണക്കി അതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ട് വെച്ചിട്ട് ആവശ്യമുള്ള ടൈമിൽ മാത്രം നമുക്ക് ഇതുപോലെ മുരിച്ചെടുക്കാം, എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. കാരണം നല്ല കറുമുറാന്നായിട്ട് കഴിക്കാൻ പറ്റുന്ന ഫുഡാണല്ലോ അവർക്ക് ഇഷ്ടമുണ്ടാവുക. അപ്പോൾ നമ്മളുടെ നല്ല സിമ്പിൾ സ്നാക്സ് ആയിട്ടുള്ള ബാക്കി വരുന്ന ഇടിയപ്പം കൊണ്ട് ഉണ്ടാക്കിയ സിമ്പിൾ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറുമുറ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്കായാലും വലിയവർക്കായാലും എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് ആയിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് വരുന്ന ഗസ്റ്റിനെ ഒന്ന് ഞെട്ടിച്ച് നോക്കുക. കാരണം ഇത് നമുക്ക് കടയിലൊന്നും എന്തായാലും വാങ്ങാൻ കിട്ടില്ല, വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പോൾ നല്ല കറുമുറ ആയിട്ടുള്ള ഈ സ്നാക്സ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ അടുക്കളക്കൂട്ട് ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.